So let us start about theories of failure. Theories of failure എന്ന് പറയുന്നത് മെഷീൻ ഡിസൈനിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. So we all know that the aim of machine design is when you are designing some components, it should not fail. Okay, we try our best to make the material safe, but unfortunately material may fail. ഇനി അഥവാ ഈ മെറ്റീരിയൽ ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ തന്നെ ആ മെറ്റീരിയൽ സേഫായിട്ട് വേണം ഫെയിൽ ആവാൻ. ഓക്കെ, ഇഫ് ദർ ഈസ് എനി ഫെയിലിയർ ഇറ്റ് ഷുഡ് ബി ഫെയിൽ വെരി സേഫ്ലി വിത്തൗട്ട് ഹാം എനി വൺ ഓർ എനി അതർ കോമ്പണൻസ്. കോമ്പോണൻസ് ബ്രേക്ക് ആയാൽ മാത്രമാണ് ഫെയിലിയർ എന്ന് പറയുന്നത് ശരിയല്ല. ആ ബ്രേക്കിങ് സ്റ്റാർട്ട് ചെയ്യല്ലോ, അത് തന്നെ ഫെയിലിയറാണ്. നമ്മൾ പറയാറില്ലേ ഈ വിള്ളൽ വിടുവാന്ന്, അതന്നെ. ശരിങ്ങനെ ആ ഒരു ഫ്രാക്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഇറ്റ്സ് എ ഫെയിലിയർ. സോ വാട്ട് ഈസ് ഫെയിലിയർ? ഇറ്റ് ഈസ് ദി നോൺ എബിലിറ്റി ഓഫ് ദി കോമ്പോണൻസ് ടു പെർഫോം ഇറ്റ്സ് അസൈൻഡ് ഫങ്ഷൻ. അതാണ് ഫെയിലിയർ എന്ന് വെച്ചാൽ. The non-ability of the components to perform its assigned function is a failure. Example, suppose I am assigning a particular work. Suppose a particular work is assigned for particular component. If that component is not in a position to perform its assigned function or duty, it is a failure. It is a failure. Suppose ഞാനിപ്പോൾ ലൈറ്റ് ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്ര സർഫസ് ഫിനിഷ് വേണം എന്നുണ്ടാവും. അപ്പോൾ ആ ഞാൻ എക്സ്പെക്ട് ചെയ്ത സർഫസ് ഫിനിഷിങ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് എ ഫെയിലിയർ. ഓക്കെ, ഇറ്റ്സ് എ ഫെയിലിയർ. അപ്പോൾ തിയറീസ് ഓഫ് ഫെയിലിയർ അണ്ടർ സ്റ്റാറ്റിക് കണ്ടീഷനും അതേമാതിരി തിയറീസ് ഓഫ് ഫെയിലിയർ അണ്ടർ ഡൈനാമിക് കണ്ടീഷൻസും ഉണ്ട്. തിയറീസ് ഓഫ് ഫെയിലിയർ അണ്ടർ സ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു 5 തിയറീസ് ഉണ്ട്. അതേമാതിരി തിയറീസ് ഓഫ് ഫെയിലിയർ അണ്ടർ ഡൈനാമിക് കണ്ടീഷനിൽ ദർ ആർ 3 തിയറീസ്. സോഡർബർഗ്, ഗുഡ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിയർ ഐ എം ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ തിയറീസ് ഓഫ് ഫെയിലിയർ അണ്ടർ സ്റ്റാറ്റിക് തിയറി. അണ്ടർ സ്റ്റാറ്റിക് തിയറി. അപ്പോൾ അതിൽ ഫസ്റ്റ് തിയറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി. അതിൻ്റെ മറ്റൊരു പേരാണ് റാങ്കൈൻ തിയറി. സെക്കൻഡ് തിയറി ഈസ് മാക്സിമൽ പ്രിൻസിപ്പൽ സ്ട്രെയിൻ തിയറി. അതിൻ്റെ മറ്റൊരു പേരാണ് സെൻ പെനാൻ തിയറി. ദ തേർഡ് തിയറി ഈസ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി. അതിൻ്റെ മറ്റൊരു പേരാണ് ട്രെസ്ക അല്ലെങ്കിൽ ഗസ്റ്റ് തിയറി. ഫോർത്ത് വൺ ഈസ് ടോട്ടൽ സ്ട്രെയിൻ തിയറി. ഓർ അതിൻ്റെ മറ്റൊരു പേരാണ് ഹെയ്സ്, HAIGHS, ഹെയ്സ് തിയറി. ഫിഫ്ത്ത് വൺ ഈസ് ഡിസ്റ്റോർഷൻ എനർജി തിയറി. അതിൻ്റെ മറ്റൊരു പേരാണ് വോൺ മൈസസ് തിയറി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് തിയറി നമ്മൾ പഠിക്കുന്നത്. ഇതിൽ ചില ഡ്രോബാക്സ് വന്നപ്പോഴാണ് നമ്മൾ സെക്കൻഡ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഒന്നാമത്തെ തിയറിയിലെ ഡ്രോബാക്സ് രണ്ടാമത്തെ തിയറി മറികടന്നു. കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ തിയറിയും അത്ര ചില കാര്യങ്ങളിൽ മതിയായ പെർഫോമൻസ് ഇല്ല. അങ്ങനെ മൂന്നാമത്തെ തിയറി കണ്ടുപിടിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി മൂന്നാമത്തെ തിയറിയിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ നാലാമത്തെ തിയറി വന്നു. അങ്ങനെ അവസാനം അഞ്ചാമത്തെ തിയറി, അതാണ് ഇന്നുള്ള തിയറി. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള തിയറിയാണിത്. ഡിസ്റ്റോർഷൻ എനർജി തിയറി എന്ന് പറയും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരു മെഷീനിൽ നിന്ന് ഒരു സംതിങ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് പ്രതീക്ഷിച്ച പോലെ എനിക്ക് ആ മെഷീനിൽ നിന്ന് അത് കിട്ടുന്നില്ലെങ്കിൽ എനിക്കെന്താ പറയാം, ആ മെഷീൻ ഫെയിലിയർ ആണെന്ന് പറയാം. ഇറ്റ്സ് എ ഫെയിലിയർ. മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഗസ്റ്റ ഓർ ട്രെസ്ക തിയറി. മാക്സിമം പ്രിൻസിപ്പൽ ഓർ നോർമൽ സ്ട്രെസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് റാങ്കൈൻ തിയറി. Maximum principal or normal strain theory is also known as Saint Venant theory. Maximum strain energy theory is also known as Hayes theory.
maximum distortion energy theory is also known as Rankine and von Mises theory. അപ്പോൾ സ്റ്റാറ്റിക് ലോഡിംഗ് കണ്ടീഷനിൽ തിയറീസ് ഓഫ് ഫെയിലിയർ 5 ടൈപ്സ് അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ദ പ്രിൻസിപ്പൽ തിയറി ഓഫ് ഫെയിലിയർ ഫോർ എ മെമ്പർ സബ്ജക്റ്റഡ് ടു ബൈആക്സിയൽ സ്ട്രെസ്. ആ കേസിലാണ് നമ്മളിത് മൊത്തം എടുത്തിട്ടുള്ളത്. ബൈആക്സിയൽ ലോഡിങ്ങും ട്രൈആക്സിയൽ ലോഡിങ്ങും എല്ലാം ഉണ്ട്. പക്ഷെ ബൈആക്സിയൽ ലോഡിങ് കിട്ടിയാൽ തന്നെ നമുക്ക് ട്രൈആക്സിയൽ ലോഡിങ് വരുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. സോ അതുകൊണ്ടാണ് ബൈആക്സിയൽ ലോഡിങ് പഠിക്കുന്നത്. ഓക്കെ. But we know that for a ductile and brittle material, yield point and ultimate point are the failure criteria. For brittle material, ultimate stress is the failure limit. Ductile ആണെങ്കിൽ yield point sigma by t. നമ്മൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ടെൻസൈൽ ടെസ്റ്റ്. വി നോ ദ yield stress and ultimate stress for a different material. Then what's the need of these theories of failure? അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്പെസിമെൻ എടുത്തിട്ടാകുമ്പോൾ UTM മെഷീനിൽ വെച്ചിട്ട് ഇതൊരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ സിഗ്മ വൈ ടി ഇത്രയാണ്, സിഗ്മ യു ടി ഇത്ര എന്നൊക്കെ നമുക്ക് അറിയാം. അങ്ങനെ അറിയാമെങ്കിൽ വാട്ട് ഇസ് ദ നീഡ് ഓഫ് ദീസ് തിയറീസ് ഓഫ് ഫെയിലിയർ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. സോ വെൻ വി കണ്ടക്റ്റഡ് ടെസ്റ്റ് ഓൺ UTM യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്പെസിമെന്റിന് ടെൻസൈൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് ടെൻസൈൽ ലോഡ് കൊടുത്താലും കംപ്രസീവ് ലോഡ് കൊടുത്താലും സിഗ്മ വൈറ്റിൻ്റെ വാല്യൂ സെയിം തന്നെ ആയിരിക്കുമല്ലോ. സോ ഏതൊക്കെ ഒന്ന് കൊടുത്താൽ പോരെ. അപ്പോൾ കിട്ടുന്ന സിഗ്മ വൈറ്റിൻ്റെ ആയിരിക്കും ആ കംപ്രസീവ് ലോഡ് കൊടുക്കുമ്പോഴുള്ള മാക്സിമം വാല്യൂ സിഗ്മ വൈറ്റിൻ്റെ ആയിരിക്കും. ഓക്കെ. സോ വെൻ വി കണ്ടക്റ്റഡ് എ ടെസ്റ്റ് ഓൺ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ, ഫ്രം ദിസ് ഫിഗർ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ഹിയർ ദ ടെസ്റ്റ് ഈസ് യൂണിആക്സിയൽ ലോഡിംഗ്. ഇറ്റ് ഈസ് യൂണിആക്സിയൽ ലോഡിംഗ്. ആ യൂണിആക്സിയൽ ലോഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ടെൻസൈൽ ലോഡിംഗ് ആവാം, അല്ലെങ്കിൽ ഇറ്റ് മേ ബി കംപ്രസീവ് ലോഡിംഗ് ആവാം. But in actual components, അല്ലെങ്കിൽ actual machines, most of the time the components may not be subjected to uniaxial loading. There may be combined loading. Okay, there may be combined loading. So if you take a loaded member, a machine components in the case ഉള്ള ഒരു മെമ്പർ എടുക്കുകയാണെങ്കിൽ, if you take a loaded member, അല്ലാതെ ഇതല്ല ഉദ്ദേശിക്കുന്നത്, മെഷീൻ കോമ്പോണൻസ് അല്ലേ, മെഷീനകത്ത് ഒരുപാട് ലോഡ്സ് ഒക്കെ വരുമല്ലോ, കമ്പൈൻഡ് ലോഡിംഗ് അല്ലേ വരിക. ഇത് UTM മെഷീനിൽ ചെയ്യുന്നതാണ്. UTM മെഷീനിൽ ഇവിടെ ഓൺലി യൂണിആക്സിയൽ ലോഡിംഗ് മാത്രമാണ്, അല്ലാതെ മെഷീൻ കോമ്പോണൻസിൽ കമ്പൈൻഡ് ലോഡിംഗ് ആണ് വരുന്നത്. So if you take a loaded member, it may be subjected to bending stress. അതേമാതിരി it may be subjected to torsional shear stress. അല്ലെങ്കിൽ ഇതുണ്ടാവും, കമ്പൈൻഡ് ആയിട്ട് രണ്ടും ഉണ്ടാവും, ബെൻഡിങ് സ്ട്രെസ്സും ഉണ്ടാവും, ടോർഷണൽ ഷിയർ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. ഏതിൽ? മെഷീനിൽ അല്ലെങ്കിൽ മെഷീൻ കോമ്പോണൻസിൽ. എക്സാമ്പിൾ ഇപ്പോൾ കൺസിഡർ ഒരു ഗിയർ, ഇറ്റ് ഈസ് മൗണ്ടഡ് ഓവർ ദി ഷാഫ്റ്റ്. അപ്പോൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാഫ്റ്റ് വിൽ ഓൾസോ റൊട്ടേറ്റ്. സോ എന്ത് സംഭവിക്കും? ഷാഫ്റ്റിൽ ഒരു ബെൻഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ്സും ഉണ്ടാവും ഷാഫ്റ്റിൽ, കാരണം ഗിയർ ആൻഡ് ഷാഫ്റ്റ് ബോത്ത് ആർ റൊട്ടേറ്റിംഗ് ടുഗെദർ. സോ അത് എന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് ലോഡിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ആ കേസിൽ നമുക്ക് ഒരു മാക്സിമം നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് ദി ഹെൽപ്പ് ഫ്രം തിയറീസ് ഓഫ് ഫെയിലിയർ. സോ ഫെയിലിയർ തിയറി ഓർ തിയറീസ് ഓഫ് ഫെയിലിയർ ഈസ് ദി കണക്ഷൻ ബിറ്റ്വീൻ എന്താണ് യൂണിആക്സിയൽ ലോഡിങ്ങും അതേമാതിരി ആക്ച്വൽ കമ്പൈൻഡ് ലോഡിങ്ങും. യൂണിആക്സിയൽ ലോഡിങ്ങും അതേമാതിരി ആക്ച്വൽ കമ്പൈൻഡ് ലോഡിങ്ങും തമ്മിലുള്ള ഒരു കണക്ഷനാണ് എന്തെന്ന്
തിയറീസ് ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പൈൻഡ് ലോഡഡ് മെമ്പറിൽ നമുക്കൊരു മാക്സിമം നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ് അതൊക്കെ കിട്ടും. കമ്പൈൻഡ് ലോഡിങ്ങിൽ അതൊക്കെ ഉണ്ടാവും. അതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നു ഏതുമായിട്ട്? യൂണി ആക്സിയൽ ടെസ്റ്റിംഗ് മെഷീനിൽ കിട്ടിയിട്ടുള്ള മാക്സിമം നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്യലാണ് സംഭവം. ഓക്കെ, ഇതാണ് സംഗതി. അപ്പോൾ ഈ മെറ്റീരിയലും ആക്ച്വൽ മെഷീൻ കോമ്പണൻസിൻ്റെ മെറ്റീരിയലും സെയിം ആയിരിക്കണം. അപ്പോൾ കമ്പൈൻഡ് ലോഡഡ് മെമ്പറിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം നോർമൽ സ്ട്രെസ്, ആ മാക്സിമം നോർമൽ സ്ട്രെസ് വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കും. അതേമാതിരി മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാവും. അതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഏതുമായിട്ട്? വി ആർ ഗോയിങ് ടു കമ്പയർ ഇറ്റ് വിത്ത് മാക്സിമം നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ്. യൂണി ആക്സിയൽ ലോഡിങ് കിട്ടിയ മാക്സിമം നോർമൽ സ്ട്രെസ് അതേമാതിരി മാക്സിമം ഷിയർ സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി മീൻസ് വാട്ട്? അല്ലെങ്കിൽ മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ റാങ്കൈൻ തിയറി മീൻസ് വാട്ട്? സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി, failure of a member occurs when the maximum stress in the member അല്ലെങ്കിൽ maximum normal stress in the member അല്ലെങ്കിൽ maximum principal stress in the member is reaching either yield value in the case of either yield value in the case of ductile or ultimate in the case of brittle. Okay, അതാണ് സംഗതി. According to this theory, the failure or yielding occurs at a point in a member when the maximum principal or normal stress in a biaxial stress system reaches the limiting strength of the material in a simple tension test. അതാണ് റാങ്കൈൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് റാങ്കൈൻ തിയറി എന്ന് പറഞ്ഞാൽ? അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഫെയിലിയർ ഓഫ് എ മെമ്പർ ഒക്കേഴ്സ് when the maximum stress in the member അല്ലെങ്കിൽ maximum normal stress in the member reaches either yield in the case of ductile or ultimate in the case of brittle. Okay, according to this theory, the failure of a member എന്ന് പറയുന്നത് ആക്ച്വൽ മെഷീൻ്റെ കേസിലുള്ള മെമ്പറാണ്, അല്ലാണ്ട് UTM മെഷീനിൽ നമ്മൾ വെച്ചിട്ടുള്ള ആ സ്പെസിമെൻ അല്ല. Okay, so according to this theory, failure of a member occurs when the maximum stress in a member, അതായത് maximum normal stress in the member അല്ലെങ്കിൽ maximum principal stress in the member reaches either yield in the case of ductile or ultimate in the case of brittle. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ബൈആക്സിയൽ സ്ട്രെസ് സിസ്റ്റം വിത്ത് ഷിയർ. ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഇതൊരു ആക്ച്വൽ മെഷീനിലെ കമ്പൈൻഡ് ലോഡിംഗ് ആണ്. ആക്ച്വൽ മെഷീനിലെ കമ്പൈൻഡ് ലോഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മളിത് വേണമെന്ന് വിചാരിച്ചാൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. ആ കമ്പൈൻഡ് ലോഡ് മെമ്പറിൽ ഉള്ള മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ഇങ്ങനെ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ കമ്പൈൻഡ് ലോഡ് മെമ്പറിൽ വരുന്ന ആ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ റിസർച്ചും എക്സ്പെരിമെൻ്റും ഒക്കെ നടത്തിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഏതാ ഇക്വേഷൻ? sigma 1, 2 is equal to sigma x plus sigma y divided by 2 plus or minus square root of sigma x minus sigma y 2 whole square divided by plus 2x y square. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് അവിടെ ഉണ്ട്, അത് നമുക്കറിയാം. ഓക്കെ,
അപ്പോൾ ഇതിനകത്ത് സിഗ്മ 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, സിഗ്മ 2 നെഗറ്റീവ്. ലെറ്റ് ഇറ്റ് ബി സിഗ്മ 1 ഈക്വൽ ടു ഈ പോസിറ്റീവ്, സിഗ്മ 2 നെഗറ്റീവ്. അപ്പോൾ സിഗ്മ 1 സിഗ്മ 2 എന്ന് പറയുന്നത് എന്താണ്? അത് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആണ്. സോ അക്കോർഡിംഗ് ടു ദിസ് റാങ്കൈൻ തിയറി, failure of this actual member occurs when these principal stresses, that is sigma 1 comma sigma 2, either equal or greater than yield or ultimate stresses. So for safety അല്ലെങ്കിൽ നോ ഫെയിലിയർ കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ സിഗ്മ 1 comma sigma 2, these principal stresses must be less than yield value in the case of ductile material, comma ultimate in the case of brittle material. ഇതാണ് കണ്ടീഷൻ. Okay, so according to this theory, failure of this actual member, ഇതാണ് actual member. According to this theory, failure of this actual member occurs എപ്പോഴാണ് സംഭവിക്കുക? When the principal stresses of this member sigma 1 comma sigma 2 either equals or greater than yield or ultimate stresses. ഈ സ്പെസിഫിനിൽ നിന്ന് ഒരു സിഗ്മ വൈ ടി കിട്ടും, ഒരു സിഗ്മ യു ടി കിട്ടുമല്ലോ. അപ്പോൾ ഇതിനെക്കാട്ടും വലിയ വാല്യൂ ആണ് പ്രിൻസിപ്പൽ സ്ട്രെസ് തരുന്നതെങ്കിൽ ഈ ആക്ച്വൽ മെഷീനിലെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇതിനെക്കാട്ടും വലുതാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഫെയിൽ. ഇനി ഇതിൻ്റെ വാല്യൂ ഇതിന് ഈക്വൽ ആയാലോ, എന്നാലും ഫെയിലാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന സമയത്ത് നമുക്കിങ്ങനെ എഴുതാം, എങ്ങനെ മുകളിൽ എക്സീഡ് ആയാൽ മാത്രമാണ് ഫെയില്, ലെസ് ദാൻ ഈക്വൽ ടു ആണെങ്കിൽ ഫെയിൽ അല്ല എന്ന് എഴുതാം യൂണിവേഴ്സിറ്റി എക്സാമിന് തിയറിറ്റിക്കലി. ബട്ട് ആക്ച്വൽ കണ്ടീഷനിൽ ലെസ് ദാൻ ഈക്വൽ ടു ആയാലും ഫെയിലാണ്, എക്സീഡ് ആയാലും ഫെയിലാണ്. ഓക്കെ, സോ ഫോർ സേഫ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫെയിലർ ആവാതിരിക്കാൻ എന്ത് വേണം? ഈ ആക്ച്വൽ മെഷീനിൽ സിഗ്മ 1 comma sigma 2 എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇറ്റ് ഹാസ് ടു ബി ലെസ് ദാൻ yield in the case of ductile material, ultimate in the case of brittle material. അങ്ങനെയാണ് ഇറ്റ് ഈസ് സേഫ്. അപ്പോൾ ഈ yield മാക്സിമം വാല്യൂ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? യു ടി എം മെഷീനിൽ വെച്ചിട്ടാണ്. അത് നമുക്കറിയാം. So failure theory is the link between combined loading and uniaxial loading. So for no failure, എങ്ങനെയാണ് കണ്ടീഷൻ? സിഗ്മ 1 ലെസ് ദാൻ സിഗ്മ വൈ ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ. അതേമാതിരി സിഗ്മ 2 ലെസ് ദാൻ സിഗ്മ വൈ. രണ്ടെണ്ണം കിട്ടുമല്ലോ, സിഗ്മ 1 സിഗ്മ 2 ഉണ്ടാവുമല്ലോ. ഫോർ നോ ഫെയിലിയർ ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ ദിസ് ഇസ് ദി കണ്ടീഷൻ. For no failure, if it is a brittle material, our condition will become sigma 1 less than sigma ultimate, sigma 2 less than sigma ultimate. Okay, so it is assumed that ഈ സിഗ്മ വൈൻ്റെയും സിഗ്മ യുട്ടിൻ്റെയൊക്കെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയലിനെയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഹിയർ വി ക്യാൻ അസ്യൂം എന്താണ്? yield stress in tension and compression are almost same. മാക്സിമം വാല്യൂ ഓഫ് yield സ്ട്രെസ് ഉണ്ടല്ലോ, അത് ടെൻഷനിലായാലും കംപ്രഷനിലായാലും ഓൾമോസ്റ്റ് സെയിം, അത് സെയിം എന്ന് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ സിഗ്മ 1 comma 2 എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. ഇതൊക്കെ നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ് ഫോർ ടെൻഷൻ ആയാലും കംപ്രഷൻ ആയാലും നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടിട്ട് അതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, കമ്പൈൻഡ് ലോഡിങ്ങിലുള്ള സിഗ്മ 1 comma sigma 2 കണ്ടുപിടിച്ചിട്ട് അതിനെ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ കണ്ടുകിട്ടിയിട്ടുള്ള സിഗ്മ yield വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സിഗ്മ അൾട്ടിമേറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് തിയറി taking care of only one stress,
ദാറ്റ് ഈസ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. വേറെ ഒരു സ്ട്രെസ്സിനെയും ഈ തിയറി, ഈ റാങ്കൈൻ തിയറി ടച്ച് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഓൺലി വൺ സ്ട്രെസ്. അതായത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം നോർമൽ സ്ട്രെസ്സിനെ പറ്റി മാത്രമേ ഈ തിയറി പറയുന്നുള്ളൂ. ഷിയർ സ്ട്രെസ് തിയറിനെ പറ്റി പറയുന്നില്ല, അത് വിട്ടുപോയി. ഓക്കെ, റാങ്കൈൻ ഡിഡ് നോട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതാണ് ഈ റാങ്കൈൻ തിയറിൻ്റെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്കാണ്. സോ ആ ഡ്രോബാക്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെക്കൻഡ് തിയറി വരുന്നത്. സോ നൗ ലെറ്റ് us draw the graph between sigma 1 and sigma 2. ഓക്കെ, സിഗ്മ 1 സിഗ്മ 2 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ റാങ്കൈൻ പറഞ്ഞത് നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ, ഷിയർ സ്ട്രെസ് ഒന്നുമില്ല എന്നാണ് റാങ്കൈൻ പറഞ്ഞത്. റാങ്കൈൻ പറഞ്ഞു ഒന്നിക്കിൽ ലൈക്ക് സ്ട്രെസ്സസ് മാത്രം, അതായത് 4 ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ 4 റാങ്കൈൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മെഷീൻ എലിമെൻറ്റ്, ആ മെഷീൻ എലിമെൻറ്റ് ഈ സബ്ജക്റ്റ് ടു കമ്പൈൻഡ് ലോഡിങ്. അപ്പോൾ റാങ്കൈൻ പറഞ്ഞു ഓൺലി 4 ടൈപ്പിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത്. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പക്ഷെ ഇങ്ങനെ എടുത്തു. എന്നിട്ട് നമ്മളെ ആക്ച്വൽ മെഷീൻ മെമ്പർ ഉണ്ടല്ലോ, അതിൽ ഒരു എലിമെൻറ്റ് ആക്ച്വൽ മെഷീൻ മെമ്പറിൽ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ ആ മെഷീൻ മെമ്പറിൽ ഒരു ചെറിയൊരു സ്ട്രെസ് എലിമെൻറ്റിനെ അങ്ങേടി ഇങ്ങോട്ടേക്ക് എടുത്തു, അതിനെവിടെ വെച്ചു, അതേമാതിരി ഇവിടെയും വെച്ചു, ഇവിടെയും വെച്ചു, ഇവിടെയും വെച്ചു. ഓക്കെ, സോ ദിസ് ഈസ് സിഗ്മ 1 സിഗ്മ 2 ആൻഡ് ഇങ്ങനെ എടുത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞത് ഇത് ഒറിജിൻ. അപ്പോൾ ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് സിഗ്മ 1, അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഇങ്ങനെ എടുത്തു. ഓക്കെ, പക്ഷേ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക്. സോ ദിസ് ഈസ് ടെൻസൈൽ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സിഗ്മ 1, ഇത് മൈനസ് സിഗ്മ 1, ഇത് മൈനസ് സിഗ്മ 2. അപ്പോൾ 0യിൽ നിന്ന് പോസിറ്റീവ് സിഗ്മയിലേക്ക്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ടെൻസൈൽ നേച്ചർ ഈസ് പോസിറ്റീവ്. 0യിൽ നിന്ന് മൈനസ് സിഗ്മ 1 എന്ന് പറയുമ്പോൾ അത് കംപ്രസീവ് സ്ട്രെസ് ആണ്. സോ കംപ്രസീവ് നേച്ചറുള്ള ലോഡ്. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വാഡ്രാന്റ്, സെക്കൻഡ് ക്വാഡ്രാന്റ്, തേർഡ് ക്വാഡ്രാന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രാന്റ്. ഓക്കെ, ഇവിടെ നോക്ക് 0 to മൈനസ് സിഗ്മ 1, സോ കംപ്രസീവ് ലോഡ്. 0 to പ്ലസ് സിഗ്മ 1, ദർഫോർ ടെൻസൈൽ ലോഡ്. അപ്പോൾ ഇവിടെ എയറോ മാർക്ക് ഈ സർഫസിൽ നിന്ന് എവയാണ് അല്ലേ, അപ്പോൾ ടെൻസൈൽ ലോഡ്. സോ ഒബ്വിയസ്ലി ഇത് ഇങ്ങോട്ടേക്ക്, ഇത് കംപ്രസീവ് ലോഡാണ്. So definitely it will be like this. It is compressive load, so it will be like this. It is tensile load, so it is like this. Next, sigma 2 നോക്കിയിട്ട് 0യിൽ നിന്ന് സിഗ്മ 2 പോസിറ്റീവിലേക്കാണ്. പോസിറ്റീവ് വാല്യൂ ഓഫ് സിഗ്മ 2 എന്ന് പറയുമ്പോൾ സിഗ്മ 2 ടെൻസൈൽ നേച്ചർ, ഇറ്റ് ഈസ് പോസിറ്റീവ്. ഇവിടെ ഇത് സിഗ്മ 1 മുകളിലേക്കല്ലേ, sigma 2 third sigma 2 third നോക്കുക മൈനസ് സിഗ്മ 2 ആണ്. സോ കംപ്രസീവ് നേച്ചർ ഇങ്ങനെ ഉണ്ടാവും. ഈ ക്വാഡ്രന്റിലെ മൈനസ് സിഗ്മ 2, സോ കംപ്രസീവ് നേച്ചർ.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെഷീൻ മെമ്പറിൽ ഇങ്ങനെ മാത്രമേ ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് റാങ്കൈൻ പറഞ്ഞത്. ഷിയർ സ്ട്രെസ്സിനെ പറ്റി പുള്ളി പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ വരച്ചത്? ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കും. ആദ്യം പ്ലസ് സിഗ്മ 1 സിഗ്മ 2 മൈനസ് സിഗ്മ 1 മൈനസ് സിഗ്മ 2 വഴി കൊടുത്തു, എലിമെൻറ്റ് കൊടുത്തു, സ്ട്രെസ് എലിമെൻറ്റ്, ആ മെഷീനിൻ്റെ ചെറിയൊരു എലിമെൻറ്റ് കൊടുത്തു. എന്നിട്ട് റാങ്കൈൻ പറഞ്ഞതാണ് എങ്ങനെയൊക്കെ ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് അല്ലേ വരിക. ഇത് 0. അപ്പോൾ 0 to പോസിറ്റീവ് സിഗ്മ 1, ഫസ്റ്റ് ക്വാഡ്രാന്റ്, സെക്കൻഡ് ക്വാഡ്രാന്റ്, തേർഡ് ക്വാഡ്രാന്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രാന്റ്. 0 to പോസിറ്റീവ് സിഗ്മ 1 എന്ന് പറയുമ്പോൾ ടെൻസൈൽ നേച്ചർ, ടെൻസൈൽ. സോ പോസിറ്റീവ് സിഗ്മ 1 സിഗ്മ 1 away from the surface, arrow. 0 to സിഗ്മ 2 പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ, ടെൻസൈൽ നേച്ചർ, away from the surface, സിഗ്മ 2 സിഗ്മ 2. സെക്കൻഡ് ക്വാഡ്രാന്റ് നോക്കുക, 0 to മൈനസ് സിഗ്മ 1 കംപ്രസീവ് നേച്ചർ, കംപ്രസീവ് സ്ട്രെസ്. അപ്പോൾ ഏറോ മാർക്ക് ഇതേ മാതിരി. ഓക്കെ, ദാറ്റ് ഈസ് സിഗ്മ 1 സിഗ്മ 1. ഇതോ 0 to സിഗ്മ 2 മുകളിലേക്കല്ലേ, ടെൻസൈൽ നേച്ചർ, സിഗ്മ 2 സിഗ്മ 2. ഇനി നെക്സ്റ്റ് തേർഡ് ക്വാഡ്രാന്റ് 0 to മൈനസ് സിഗ്മ 1 അല്ലേ. സോ കംപ്രസീവ് സ്ട്രെസ്, അപ്പോൾ കംപ്രസീവ് ലോഡ് സിഗ്മ 1 സിഗ്മ 1. 0 to മൈനസ് സിഗ്മ 2 മൈനസ് സിഗ്മ 2 ആണ്, അപ്പോൾ അത് കംപ്രസീവ് ലോഡാണ്, കംപ്രസീവ് സ്ട്രെസ്. സോ ഏറോ മാർക്ക് ടുവേർഡ്സ് ദി സർഫസ്, സിഗ്മ 2. നെക്സ്റ്റ് ഫോർത്ത് ക്വാഡ്രാന്റ് 0 to സിഗ്മ 1 പോസിറ്റീവ് സിഗ്മ 1 ടെൻസൈൽ ലോഡ്, ടെൻസൈൽ സ്ട്രെസ്. സോ away from the surface, arrow mark, sigma 1 sigma 1. 0 to minus sigma 2 negative sign, compressive stress, compressive load. So arrow mark is towards on the surface, just like this, sigma 2 sigma 2. അപ്പോൾ ഇങ്ങനെ മാത്രമേ ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് റാങ്കൈൻ പറഞ്ഞത്. ഫസ്റ്റ് ക്വാഡ്രാന്റും തേർഡ് ക്വാഡ്രാന്റും like in nature, second and fourth is unlike in nature. Like എന്ന് പറയാൻ കാരണം എല്ലാത്തിലും ടെൻസൈൽ സ്ട്രെസ്, ഇവിടെ എല്ലാത്തിലും കംപ്രസീവ് സ്ട്രെസ്. ഇവിടെ ടെൻസൈലുണ്ട് കംപ്രസീവ് ഉണ്ട്, ഫോർത്ത് ക്വാഡ്രാന്റിലും ടെൻസൈലുണ്ട് കംപ്രസീവ് ഉണ്ട്. അതുകൊണ്ടാണ് ലൈക്ക് ആൻഡ് അൺലൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എല്ലാം കംപ്രസീവ് നേച്ചറാണ്, ടെൻസൈൽ നേച്ചർ. So quadrant first and third are like, second and fourth unlike. Unlike എന്ന് പറയാൻ കാരണം കംപ്രസീവ് സ്ട്രെസ് ഉണ്ട്, ടെൻസൈൽ സ്ട്രെസ് ഉണ്ട്. So for ductile material നമുക്കറിയാം സിഗ്മ 1 ലെസ് ദാൻ സിഗ്മ വൈ ടി. ലിമിറ്റിംഗ് കേസിലാണെങ്കിൽ സിഗ്മ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ വൈ ടി. മാക്സിമം yield സ്ട്രെങ്ത് അല്ലെങ്കിൽ മാക്സിമം yield stress of that particular material under tension, under ductile material. അതേമാതിരി സിഗ്മ 1 മാക്സിമം ആവാം, ചിലപ്പോൾ സിഗ്മ 2 മാക്സിമം ആവാം. ഓക്കെ, അപ്പോൾ ചില സമയത്ത് സിഗ്മ 2 ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ വൈ ടി ആവാം, സിഗ്മ 2 ലെസ് ദാൻ ഈക്വൽ ടു സിഗ്മ വൈ ടി. ഇത് ലിമിറ്റിംഗ് കേസിൽ, അണ്ടർ ടെൻഷൻ കേസിൽ. കംപ്രഷൻ കേസിലാണെങ്കിലോ സിഗ്മ 1 മാക്സിമം വാല്യൂ നമുക്ക് കിട്ടിയതെങ്കിൽ സിഗ്മ 1 ലെസ് ദാൻ സിഗ്മ വൈ ടി ആയിരിക്കണം. For limiting case, sigma 1 less than equal to minus sigma by t ആവാം കംപ്രഷൻ്റെ കേസിൽ. സിഗ്മ 2ൻ്റെ വാല്യൂ അറിയാൻ മതി. സിഗ്മ 2 ആണ് നമുക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ എങ്കിൽ it has to be less than minus sigma by t in the case of compression load, compressive load. അതേമാതിരി സിഗ്മ 2 ലിമിറ്റിംഗ് കേസിൽ ലെസ് ദാൻ ഈക്വൽ ടു മൈനസ് സിഗ്മ by t ആവാം for compression. But in general, we already told that sigma yt is equal to minus sigma y ആണ്, equal to constant എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ ഫോർ എ പർട്ടിക്കുലർ മെറ്റീരിയൽ. ഈ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ നിന്നാണ്. ഈ സിഗ്മ yt എന്ന് പറയുന്ന വാല്യൂസ് കിട്ടുന്നത് ഏതിനാ, ഡക്റ്റൈൽ മെറ്റീരിയലിന് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ വെച്ചിട്ട് ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ
കിട്ടിയ വാല്യൂ ആണ് ഈ സിഗ്മ വൈ ടി എന്ന് പറയുന്നത്. അത് ടെൻസൈലിലായാലും കംപ്രസീവിലായാലും ദ വാല്യൂ വിൽ ബി സെയിം. സിഗ്മ വൈ ടി ഈക്വൽ ടു മൈനസ് സിഗ്മ വൈ ടി ഈക്വൽ ടു സി. ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും, ബട്ട് ഫോർ സ്റ്റഡി പർപ്പസ് വി ഹാവ് ടു assume that the values are equal. So we told for a particular material sigma yt is equal to sigma y is equal to constant. That is sigma yt is equal to minus sigma y is equal to a constant എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മളത് വേണമെന്ന് വിചാരിച്ചാൽ we are going to draw a graphical representation. ഗ്രാഫിക്കൽ ഫിഗറാണ് നമ്മളിങ്ങനെ വരയ്ക്കാൻ പോകുന്നത്. സോ ഇവിടെ ഇപ്പോൾ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? വാട്ട് ഈസ് അവർ ബൗണ്ടറി കണ്ടീഷൻ? അവർ ബൗണ്ടറി കണ്ടീഷൻ ഈസ് സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ വൈ ടി, അല്ലെങ്കിൽ സിഗ്മ 1 ഈക്വൽ ടു മൈനസ് സിഗ്മ വൈ ടി ആവാം. അതേപോലെ സിഗ്മ 2 ഈക്വൽ ടു സിഗ്മ വൈ ടി, സിഗ്മ 2 ഈക്വൽ ടു മൈനസ് സിഗ്മ വൈ ടി അല്ലേ? ഒന്നിക്ക് സിഗ്മ 1 മാക്സിമം വാല്യൂ ആവാം, അല്ലെങ്കിൽ സിഗ്മ 2 മാക്സിമം വാല്യൂ ആവാം. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദിസ് വി ഹാവ് ടു ഡ്രോ എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. സോ നമ്മളെങ്ങനെ വരക്കും ഇത്? അപ്പോൾ റാങ്കൈൻ തിയറിയാണ്. റാങ്കൈൻ തിയറിൻ്റെ കേസിൽ മാക്സിമം നോർമൽ സ്ട്രെസ് ആ പരിപാടി മാത്രമേ ഉള്ളൂ. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഒന്നും ഇവിടെ ഇല്ല. റാങ്കൈൻ അതിനെപ്പറ്റി വിട്ടുപോയതാണ്. സോ ഇത് റാങ്കൈൻ്റെ ഡ്രോബാക്ക് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ബേസ്ഡ് ഓൺ ദിസ് വാല്യൂ വി ഹാവ് ടു ഡ്രോ എ ഗ്രാഫ്. അത് റാങ്കൈൻ വരച്ച ഗ്രാഫാണ് നമ്മളിവിടെ വരക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റാങ്കൈൻ എങ്ങനെ വരച്ചത്? ആദ്യം ഇതേമാതിരി sigma 1 sigma 2 minus sigma 1 minus sigma 2. ഓക്കെ, ഇതാണ് റാങ്കൈൻ വരച്ചത്. സിഗ്മ 1 സിഗ്മ 2 മൈനസ് സിഗ്മ 1 ആൻഡ് മൈനസ് സിഗ്മ 2. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുവാണ്. ആ എക്സാമ്പിൾ വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും ഈ ഗ്രാഫ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിഗ്മ മാക്സ് അത് ഈക്വൽ ടു സിഗ്മ വൈ ടി, അതാണ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി സിഗ്മ മാക്സ് ഈക്വൽ ടു സിഗ്മ വൈ ടി ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്യുമ്പോൾ ആ ബൗണ്ടറിക്ക് അകറ്റി വരും. പക്ഷെ നമുക്ക് ബൗണ്ടറി നമുക്കറിയണം. ആ ബൗണ്ടറി എന്ന് പറയുമ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി നെഗ്ലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇക്വേഷനാണ് വരിക. അതായത് സിഗ്മ മാക്സ് ഈക്വൽ ടു സിഗ്മ വൈ ടി. Sigma max means maximum normal stress of sigma 1 അല്ലെങ്കിൽ sigma 2. അതാണ് സിഗ്മ മാക്സ്. ഒന്നിക്ക് സിഗ്മ 1 ആവാം, അല്ലെങ്കിൽ സിഗ്മ 2 ആവാം. ഫസ്റ്റ് കേസിൽ സിഗ്മ 1നെ ഞാൻ സിഗ്മ 2നെക്കാട്ട് വലുതായിട്ട് എടുക്കുന്നു. സപ്പോസ് സിഗ്മ 1 ഈസ് ഗ്രേറ്റർ ദാൻ സിഗ്മ 2. സിഗ്മ 1 എന്ന് പറയുന്നത് സിഗ്മ 1, 2 ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ഡിവൈഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് 2xy. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് സിഗ്മ 1 200 കിട്ടി. ഓക്കെ, അതേമാതിരി ഈ സിഗ്മ 2ൻ്റെ വാല്യൂ ഒരു 100 കിട്ടിയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ 200 to 100 വേണ്ടി കമ്പയർ ചെയ്യുമ്പോൾ 200 ഈസ് ഗ്രേറ്റർ ദാൻ 100. ഓക്കെ, ഓക്കെ, അതായത് 200 ഈസ് ഗ്രേറ്റർ ദാൻ 100. സിഗ്മ 1 ആണ് മാക്സിമം, സിഗ്മ 1 ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ അതേമാതിരി 200ന് പകരമായിട്ട് ചില പ്രോബ്ലത്തിൽ എനിക്ക് എന്ത് കിട്ടാം? ആ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ മൈനസ് 200 കിട്ടിയെന്ന് വിചാരിക്കും. വേറൊരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിൽ മൈനസ് 200 കിട്ടി. ആ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സിഗ്മ 2ൻ്റെ വാല്യൂ പ്ലസ് 100 തന്നെ. അപ്പോൾ നമ്മൾ പറയും മൈനസ് 200 ചെറുതാന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയല്ല, അത് ശരിയല്ല. മൈനസ് 200 ചെറുതല്ല. കാരണം സ്ട്രെസ്സിൻ്റെ കേസിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് നോക്കുക. ഡയറക്ഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് കംപ്രസീവ് സ്ട്രെസ്, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്ത് എനിക്കെന്ന് പറയാം സിഗ്മ 1 ഈസ് മാക്സിമം അല്ലേ. 200 to 100 കമ്പയർ ചെയ്യുമ്പോൾ 200 ഈസ് ഗ്രേറ്റർ ദാൻ 100. സോ സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ വൈ ടി എന്ന് പറയാം. ഈ കേസിലോ സിഗ്മ 1 ഈക്വൽ ടു മൈനസ് സിഗ്മ വൈ ടി. എന്തുകൊണ്ടാണ് മൈനസ് സിഗ്മ വൈ ടി എന്ന് പറയാൻ കാരണം ഇവിടുത്തെ മാക്സിമം വാല്യൂ കംപ്രസീവ് ലോഡാണ്, കംപ്രസീവ് സ്ട്രെസ്സാണ്. അതുകൊണ്ടാണ് മൈനസ് സിഗ്മ വൈ ടി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതേമാതിരി കേസ് 2 എടുക്കുക. ഇതേമാതിരി പ്രോബ്ലം ചെയ്തു. എനിക്ക് സിഗ്മ 1 സിഗ്മ 2 കണ്ടുപിടിച്ചു.
സപ്പോസ് സിഗ്മ 1 100 സിഗ്മ 2 200 ആണ് കിട്ടിയത് എന്ന് വിചാരിക്കും. ഞാൻ വേറൊരു പ്രോബ്ലം ചെയ്തു. ആ പ്രോബ്ലത്തിൽ സിഗ്മ 2 -200 സിഗ്മ 1 100 കിട്ടി എന്ന് കരുതുക. സോ ഇതേമാതിരി വരും. 200 is greater than 100, -200 is greater than 100. So here sigma 2 is equal to sigma max, which is equal to sigma yt. But in this case sigma 2 is equal to sigma max. But here sigma yt അതിൻ്റെ കൂടെ മൈനസ് ചേർക്കണം. എന്തുകൊണ്ട്? അത് കംപ്രസീവ് സ്ട്രെസ് ആണ്. ഓക്കെ. സോ കേസ് 1 കേസ് 2 കിട്ടി. ഈ കേസ് 1 കേസ് 2ൻ്റെയും വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക. കൺസിഡർ ദിസ് പ്രോബ്ലം. ഇവിടെ സിഗ്മ 1 200 സിഗ്മ 2 100 ആകുമ്പോൾ എനിക്ക് എന്ത് എഴുതാം? സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ മാക്സ് എഴുതി കൂടെ, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ വൈറ്റി. സിഗ്മ വൈറ്റി. സോ സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ വൈറ്റി. കണ്ടോ? സിഗ്മ 1 ഇതാണ്, സിഗ്മ വൈറ്റി എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ മാക്സിമം ഈൽഡ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ ആണ് സിഗ്മ വൈറ്റി. സോ എക്സ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സിഗ്മ 1 എക്സ് അല്ലേ? സോ എക്സ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈന് വൈക്ക് പാരലൽ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ലെറ്റ് ഇവിടെയാണ് നമുക്ക് കിട്ടുന്ന മാക്സിമം വാല്യൂ, സിഗ്മ വൈറ്റി വാല്യൂ ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഒരു ലൈൻ വരിക പാരലൽ ടു ദിസ് ലൈൻ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫിഗർ. ഓക്കെ. സോ ദിസ് ഈസ് സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ വൈ. ഇതാണ് സിഗ്മ 1 ഈസ് ഈക്വൽ ടു സിഗ്മ വൈറ്റി. ഓക്കെ. ഇനി നെക്സ്റ്റ് കൺസിഡർ ഇത്. ഓക്കെ, ഇത് നോക്കുക. സിഗ്മ 1 ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്? -200. നിങ്ങൾ എഴുതാം. അപ്പോൾ ക്ലിയർ ആവാം. സിഗ്മ 1 ഈക്വൽ ടു -200, സിഗ്മ 2 is equal to 100. So sigma 1 is equal to sigma max is equal to minus sigma yt. So we can write sigma 1 is equal to minus sigma yt. അല്ലെങ്കിൽ നമുക്ക് എഴുതാം മൈനസ് സിഗ്മ 1 is equal to sigma yt എഴുതാം. അപ്പോൾ മൈനസ് സിഗ്മ 1 ഇവിടുത്തെ ഇങ്ങോട്ടേക്കാണ്. സിഗ്മ yt ഇത് -x. -x is equal to കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ y ആക്സിസ് അല്ല, സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു y ആക്സിസ്. So the line will be like this. So this is sigma 2 is equal to minus sigma yt. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് കൺസിഡർ ദിസ് വൺ. ഇവിടെ sigma 2 is equal to 200, sigma 1 is equal to 100. Sigma 2 is equal to sigma max is equal to sigma yt. Sigma 2 is equal to sigma yt. Okay. ഇത് കഴിഞ്ഞു. സിഗ്മ 2 is equal to sigma yt. സിഗ്മ 2 മുകളിലേക്കാണ്. അപ്പോൾ പ്ലസ് y is equal to a constant. ഓക്കെ. y is equal to constant എന്ന് പറയുമ്പോൾ x ആക്സിസിന്റെ പാരലൽ അല്ലേ? ഇതും പോസിറ്റീവ് ഇതും പോസിറ്റീവ്. സോ x ആക്സിസിന്റെ പാരലൽ. സോ ദിസ് ഈസ് എന്ത് വരും? സിഗ്മ 2 is equal to sigma yt. Now last case നോക്കുക. Sigma 2 is equal to -200 and sigma 1 is equal to 100. Sigma 2 is equal to sigma max is equal to minus sigma yt. Sigma 2 is equal to minus sigma yt. Okay, അപ്പോൾ sigma 2 ഇല്ല, അത് minus sigma 2 is equal to sigma yt. Minus sigma 2 means താഴോട്ട്. So minus y is equal to constant അല്ലേ? y is equal to constant എന്ന് പറയുമ്പോൾ a straight line കിട്ടുന്നു. That straight line parallel to x axis. Okay. അപ്പോൾ കാണാം minus y is equal to constant. ഇവിടെ ഇങ്ങോട്ടേക്കുള്ള -y. So വരയ്ക്കുക. So this is sigma 2 is equal to minus sigma yt. ഇനി ഇത് ഷെയ്ഡ് ചെയ്യുക. ഇതാണ് സേഫ് റീജിയൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് സേഫ് റീജിയൻ. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം കിട്ടിയിട്ടാകുമ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് ഉണ്ടല്ലോ, ആ വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഡിസൈൻ സേഫാണ് അക്കോർഡിംഗ് ടു റാങ്കൈൻ. ഇത് നോർമൽ സ്ട്രെസ്സിന് മാത്രം ബാധകമാണ്, ഷിയർ സ്ട്രെസ്സിന് ബാധകമല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അതുകൊണ്ട് ഈ തിയറി പിന്നെ തള്ളിപ്പോയി. തള്ളിപ്പോവാൻ മീൻസ് ഈ തിയറി ബ്രിട്ടിൽ മെറ്റീരിയലിന് മാത്രം യൂസ് ചെയ്യും, ഡക്റ്റൈലിന് യൂസ് ചെയ്യില്ല.
ഓക്കെ, കാരണം ബ്രിട്ടിൽ മെറ്റീരിയൽ ഈസ് വീക്ക് ഇൻ ടെൻഷൻ. ബ്രിട്ടിൽ മെറ്റീരിയൽ ഈസ് വീക്ക് ഇൻ ടെൻഷൻ. അതുകൊണ്ട് നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയലിനെ അനലൈസ് ചെയ്യാൻ ഇത് ഉപയോഗിക്കും. ഡക്റ്റൈൽ മെറ്റീരിയൽ ഈസ് വീക്ക് ഇൻ ഷിയർ ആണ്, അപ്പോൾ അതുകൊണ്ട് ഇത് പറ്റില്ല. സോ ഇതൊരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ക്വയർ ഷേപ്പാണ്. സ്ക്വയർ ഷേപ്പ്. സോ ദിസ് ഈസ് ദി സേഫ് റീജിയൻ. ഇതിനകത്ത് ഇതാണ് സേഫ് റീജിയൻ എന്ന് പറയും. ദിസ് വിൽ ബി ദി സേഫ് റീജിയൻ. സോ ഇറ്റ് ഈസ് ദി സേഫ് റീജിയൻ അക്കോർഡിംഗ് ടു മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ പറയുന്ന എക്സാമ്പിൾ 200, 100 എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ, ആ എക്സാമ്പിളിൻ്റെ ഹെൽപ്പ് ഇല്ലാതെങ്കിൽ നമുക്ക് ഈ ഫിഗർ വരക്കാം. നോക്കിയാൽ മതി. ഇത് സിഗ്മ 1 സിഗ്മ 2 മൈനസ് സിഗ്മ 2 മൈനസ് സിഗ്മ 1. നോക്കുക, സിഗ്മ 1 ഇസ് ഈക്വൽ ടു സിഗ്മ YT എന്ന് പറയുമ്പോൾ ഇതാണ് വരിക. സിഗ്മ 1 ഈക്വൽ ടു മൈനസ് സിഗ്മ YT, അല്ലെങ്കിൽ മൈനസ് സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ YT, മൈനസ് സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ YT. ഓക്കെ, നോക്കുക, സിഗ്മ 2 is equal to sigma YT, that is sigma 2 line equal to sigma YT, minus sigma 2 is equal to sigma YT. കിട്ടിയില്ലേ? ഇങ്ങനെ നമുക്ക് വരക്കാം എളുപ്പത്തിൽ. So this will be the safe region. Shape square. ഇനി നോക്കാം. Consider a member subjected to pure torsion. Okay, so I want to apply maximum principal stress theory, okay, to this member subjected to pure torsion. എനിക്കൊരു മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഈ പ്യുവർ ടോർഷന് വിധേയമാകുന്ന ആ മെമ്പറിന് അപ്ലൈ ചെയ്യണം എന്നിരിക്കട്ടെ. കൺസിഡർ എ മെമ്പർ സബ്ജക്റ്റഡ് ടു പ്യുവർ ടോർഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. I want to apply maximum principal stress theory to the member, to that member. Okay, if you take any element onto this surface, this surface is an element, ingottekku eduthu or element, aa element aanu idu. If you take any small element from the surface and if you draw its load diagram of that small element, adengine undavum, അതിൻ്റെ ലോഡ് ഡയഗ്രം എങ്ങനെ ഉണ്ടാവും? ഓക്കെ, ഇതിങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്. നൗ ഇറ്റ് അറ്റൈൻഡ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ഓക്കെ, അപ്പോൾ ഇതൊരു സ്ട്രെസ്ഡ് എലിമെന്റ് ആണ്. നൗ ഇറ്റ് ഇസ് എ സ്ട്രെസ്ഡ് എലിമെന്റ് ബിക്കോസ് ഓഫ് ദിസ് പ്യുവർ ടോർഷൻ. ഇറ്റ് ഇസ് എ സ്ട്രെസ്ഡ് എലിമെന്റ്. നൗ ഇറ്റ് ഇസ് എ സ്ട്രെസ്ഡ് എലിമെന്റ്. ടോ 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 ടോ. It is a stressed element. I want to apply maximum principal stress theory onto this. ഈ മെമ്പർ പ്യുവർ ടോർഷന് വിധേയമാകുന്ന ആ മെമ്പറിൽ മേലെ I want to apply maximum principal stress theory. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഈ പ്യുവർ ടോർഷൻ്റെ കേസിൽ നമ്മുടെ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ we need the help from Mohr circle. So how to draw its Mohr circle? Mohr circle വരക്കുമ്പോൾ എക്സ് ആക്സിസിൽ നോർമൽ സ്ട്രെസ്സും വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ്സും ആണ് എടുക്കുക. ഓക്കെ, എക്സ് ആക്സിസിൽ നോർമൽ സ്ട്രെസ്സും വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ്സും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. ഈ സർഫസിൽ നോർമൽ സ്ട്രെസ് ഉണ്ടാ? ഇല്ല. ഇവിടെ നോർമൽ സ്ട്രെസ് ഉണ്ടാ? നോ. ഈ സർഫസിനൊന്നും നോർമൽ സ്ട്രെസ് ഇല്ല. അത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രെസ്സും അവിടെ കാണുന്നില്ല. ഓക്കെ, അതായത് ഇവിടെ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്, സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. ഓൺലി ടോ എക്സ് വൈ മാത്രമേ ഉള്ളൂ. ടോ എക്സ് വൈ ഇസ് ഈക്വൽ ടു ടോ, സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 0. നോക്കിയാൽ മതി, ഇവിടെ ഇല്ലല്ലോ. ദർ ഇസ് നോ നോർമൽ സ്ട്രെസ്. സോ സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 0 and ടോ എക്സ് വൈ ഇസ് ഈക്വൽ ടു ടോ. സോ ഒരു ഈ സ്ട്രെസ്ഡ് എലിമെന്റ് ഉണ്ടല്ലോ, ഈ സ്ട്രെസ്ഡ് എലിമെന്റ്
ഈ സ്ട്രെസ്ഡ് എലിമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു പ്യുവർ ടോർഷൻ ആണ്. സോ ഓൺ ദിസ് സർഫസ്, ഈ സ്ട്രെസ്ഡ് എലിമെന്റിന്റെ സർഫസ് ഉണ്ടല്ലോ, സ്ട്രെസ്ഡ് എലിമെന്റിന്റെ സർഫസ് ഇത് സോ ആ സ്ട്രെസ്സിന്റെ എലിമെന്റിന്റെ സർഫസിൽ ദർ ഇസ് നോ നോർമൽ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കറിയാം മോർ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക? മോർ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ലൈസ് ഓൺ ടു എക്സ് ആക്സിസ് ആണ്. കാരണം വൈ കോർഡിനേറ്റ് ഉണ്ടല്ലോ മോർ സർക്കിളിൽ, അത് എപ്പോഴും 0 ആണ്. അപ്പോൾ മോർ സർക്കിളിന്റെ സെന്റർ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്താ വരിക? സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ഡിവൈഡ് ബൈ 2, 0. അതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ സിഗ്മ എക്സ് എത്രയാ? 0, സിഗ്മ വൈ 0, അപ്പോൾ 0, 0. സോ ദിസ് വിൽ ബി ദി സെന്റർ ഓഫ് ദി മോർ സർക്കിൾ. ലെറ്റ് ഇറ്റ് ബി സി. സീനോ ഓന്നോ എന്തെങ്കിലും കൊടുക്കാം. This will be the center of the Mohr circle. Now, circle വരയ്ക്കണമെങ്കിൽ radius വേണ്ടേ? So for that we have to find out the radius of the Mohr circle. Radius of the Mohr circle can be calculated by using the equation capital R is equal to square root of sigma x minus sigma y divided by 2 whole square plus tau x y square. Sigma x sigma y is 0 ആണ്. So R equal to tau x y equal to tau. അപ്പോൾ അങ്ങനെ ആ ടോ റേഡിയസിൽ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുന്നത്, അതാണ് മോർ സർക്കിൾ. ഓക്കെ, ആ ടോ റേഡിയസിലാണ് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ മോർ സർക്കിൾ വരച്ച് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് ഓൺലി. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുക. സോ ഫ്രം ദിസ് മോർ സർക്കിൾ നമുക്കെന്ത് കിട്ടും? സിഗ്മ 1 എന്ന് പറയുന്ന ഒരു സ്ട്രെസ് കിട്ടും. ഉണ്ടോ? ഇവിടുന്ന് കിട്ടും. ആ സിഗ്മ 1 വിളിക്കുന്ന പേരാണ് പിന്നെ maximum principal stress. Maximum principal stress. ഇങ്ങനെയാണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടുന്നത് ഈ പ്യുവർ ടോർഷന്റെ കേസിൽ. സോ വാട്ട്സ് ദ വാല്യൂ? സിഗ്മ 1 is equal to tau. Sigma 1 is equal to tau. Minimum principal stress എത്ര വരിക? Minimum principal stress, maximum principal stress is equal to sigma 1 is equal to tau. Minimum principal stress sigma 2, let it be minimum principal stress, it is minus tau. Okay, it is minus tau. So when a member subjected to pure torsion, y axis il tau max kittu undo, tau max adu y axis la kittu, y axis il tau max kittu. Tau max means maximum shear stress. Tau max is equal to what? Tau max is equal to tau. Okay, tau max is equal to tau. Tau max is equal to tau. Confused karanda. So sigma 1 ennu parayunnathu maximum principal stress, sigma 2 minimum principal stress, that is minus tau. Sigma 1 equal to maximum principal stress, its value is equal to tau. Sigma 2 is equal to minimum principal stress, its value is equal to minus tau. Okay. It is plus tau, it is minus tau. And sigma 1 is equal to plus tau and sigma 1 is equal to plus tau. Sigma 1 indicates maximum principal stress. ഇവിടെ വരുമ്പോൾ മൈനസ് ടൗ വരും, അത് മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് സിഗ്മ 1, സിഗ്മ 2 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ കൺസിഡർ എ മെറ്റീരിയൽ. ഇനി വേറൊരു പുതിയൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഇതൊക്കെ നമ്മൾ പറയുന്നത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി പ്രാക്ടിക്കൽ കേസാണ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് കൺസിഡർ എ മെറ്റീരിയൽ, അതിന് സിഗ്മ വൈ ടി എന്ന് പറയുന്നത്, അതായത് ഈൽഡ് സ്ട്രെസ്, മാക്സിമം ഈൽഡ് സ്ട്രെസ്, ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു 350 മെഗാ പാസ്കലാണെന്ന് വിചാരിക്കും. ഓക്കെ, സോ അക്കോർഡിംഗ് ടു മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി എന്താ പറയുന്നത്? ഇഫ് ദ മാക്സിമം നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് for this particular material when subjected to combined loading എന്തായിരിക്കണം? has to be less than 350, then it will be safe. അതാണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി പറയുന്നത്. ഓക്കെ,
സോ ഫ്രം ദി എക്സ്പെരിമെൻറ്റ് നമുക്ക് കിട്ടുന്ന ടൗ മാക്സ് എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? ഫ്രം ദി എക്സ്പെരിമെൻറ്റ് നമുക്ക് കിട്ടുന്ന ടൗ മാക്സ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിരിക്കില്ല. ഫ്രം ദി എക്സ്പെരിമെൻറ്റ് വി ഗെറ്റ് ദി വാല്യൂ എന്ന് പറയുന്നത് ടൗ മാക്സ് ഈസ് ഈക്വൽ ടു 0.57 ഇൻറ്റു സിഗ്മ വൈ ടി എന്ന്. ഫ്രം ദി എക്സ്പെരിമെൻറ്റ് ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ സിഗ്മ വൈ മീൻസ് ഈൽഡ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം റാങ്കൈൻ പറഞ്ഞില്ല. അതാണ് റാങ്കൈൻ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ടൗ മാക്സിനെ പറ്റി റാങ്കൈൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ റാങ്കൈൻ്റെ തിയറി പൊളിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരോ എക്സ്പെരിമെൻ്റ് വഴി അവർ പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട് ടൗ മാക്സ് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതിനെപ്പറ്റി പുള്ളിയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സിഗ്മ വൈ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മെമ്പർ, ആ പർട്ടിക്കുലർ മെമ്പറിൻ്റെ സിഗ്മ വൈറ്റിൻ്റെ വാല്യൂ സപ്പോസ് 350 മെഗാപാസ്കൽ ആണ്. അതായത് ആ ഡക്റ്റൈൽ മെറ്റീരിയലിന് യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീന് വിധേയമാക്കിയപ്പോൾ കിട്ടിയ വാല്യൂ ആണ് 350 മെഗാപാസ്കൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് പിന്നെ ടൗ മാക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടിയ? ടൗ മാക്സ് ഇസ് 0.57 ഇൻറ്റു 350 എത്ര വരും? ഒരു 200 വരിക. 200 വരും. 350 ഇൻറ്റു 0.7 tau max is equal to 200. Okay, practical the case. So we know that നമുക്കൊരു കാര്യം അറിയാം, എന്താണ്? ഫോർ ദി സെയിം മെമ്പർ ഡിഫറെൻറ്റ് പ്ലെയിൻസ് ആർ സബ്ജക്റ്റ് ടു ഡിഫറെൻറ്റ് ലോഡിങ് അല്ലേ? നമ്മളിപ്പോൾ ഇതിനെ ടെൻസൈൽ ടെസ്റ്റിന് വിധേയമാക്കുന്ന സമയത്ത് ഈ ഒബ്ലിക് പ്ലെയിൻ ഉണ്ടല്ലോ, ആ ഒബ്ലിക് പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി റാങ്കൈൻ പറഞ്ഞില്ല. അപ്പോൾ റാങ്കൈൻ്റെ തിയറി പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞു ഈ ഒബ്ലിക് പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡക്റ്റൈൽ മെറ്റീരിയലിനെ നമ്മൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ആ സിഗ്മ വൈറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ബട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ലിക് പ്ലെയിൻ എടുത്തിട്ടാകുമ്പോൾ 45 ഡിഗ്രി വരുന്ന ആ ഒബ്ലിക് പ്ലെയിനിൽ മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ മാക്സിമം ടോ മാക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ അല്ലേ ഇൻ ബിറ്റ്വീൻ ടൗ ഒക്കെ ഉണ്ടാവും അറിയാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു പ്യുവർ ടോർഷൻ്റെ കേസാണ്. അപ്പോൾ ആ കേസിൽ നോർമൽ സ്ട്രെസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് വരുന്ന സമയത്ത് ടൗ മാക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 0.57 സിഗ്മ വൈ ടി. ഓക്കെ, വെൻ എ മെമ്പർ സബ്ജക്റ്റ് ടു പ്യുവർ ടോർഷൻ. ആ കേസിൽ സിഗ്മ എക്സ് സിഗ്മ വൈ ഇല്ല, ടോ മാക്സ് ഉണ്ട്. അതായത് ഈ പറഞ്ഞ സയൻറ്റിസ്റ്റ് റാങ്കൈനോട് ചോദിച്ചു, നിങ്ങൾ വലിയ നോർമൽ സ്ട്രെസ് ഒക്കെ കണ്ടെത്തി എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വെച്ച് വന്നാൽ റാങ്കൈന് നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ റാങ്കൈൻ ഉത്തരം മുട്ടി, നോ സൊല്യൂഷൻ. കാരണം സിഗ്മ എക്സ് സിഗ്മ വൈ ഇല്ല. അപ്പോൾ അവിടെ ഷിയർ സ്ട്രെസ് വരുന്നത്. അപ്പോൾ റാങ്കൈന് തോന്നി ഞാൻ ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പെരിമെൻ്റലി വി ഗോട്ട് വൺ ഇൻഫർമേഷൻ ദാറ്റ് ടോ മാക്സ് ഈസ് ലെസ് ദാൻ 0.57 ഇൻറ്റു സിഗ്മ വൈ. അങ്ങനെ ആയാൽ ഫെയിലർ ആവില്ല. ഓക്കെ, അപ്പോൾ അതാണ് പ്രാക്ടിക്കൽ കണ്ടീഷൻ. അപ്പോൾ തിയററ്റിക്കലി ഒരു പ്യുവർ ടെൻഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ടോയും മിനിമം പ്രിൻസിപ്പൽ സ്ട്രെസ് മൈനസ് ടോയുമാണ്. സപ്പോസ് ഒരു എക്സാമ്പിൾ കൂടി നമുക്കത് ക്ലിയർ ആവും. ലെറ്റ് ഇറ്റ് ബി ഈ സിഗ്മ 1 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, സപ്പോസ് അതൊരു 300 എന്ന് വിചാരിക്കും. സിഗ്മ 1 ഈക്വൽ ടു 300 ആകുമ്പോൾ ടോ ഈക്വൽ ടു 300. അപ്പോൾ സിഗ്മ 2 ഈക്വൽ ടു മൈനസ് ടോ ആയിരിക്കും. സോ മൈനസ് ടോ ഈക്വൽ ടു മൈനസ് സിഗ്മ 2 ഈക്വൽ ടു മൈനസ് 300. ഓക്കെ, so according to maximum principal stress theory നമ്മുടെ കണ്ടീഷൻ എന്നാ
സിഗ്മ 1 is equal to tau equal to 300. അപ്പോൾ അങ്ങനെ സിഗ്മ 1 equal to 300 കിട്ടി. അപ്പോൾ ഈ സിഗ്മ 1നെ സിഗ്മ YT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ 300 എന്ന് പറയുന്ന വാല്യൂ 350യേക്കാളും കുറവാണ്. അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, 300 is less than 350. So according to maximum principal stress theory, ആ തിയറി പ്രകാരം സേഫ് ആണ്. കാരണം സിഗ്മ 1 is equal to tau equal to 300. സോ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ടോയിൽ കൂടിയാണ് നമ്മൾ സിഗ്മ 1 കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ആ സിഗ്മ 1നെ നമ്മൾ സിഗ്മ YT ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ നമുക്കാകുമ്പോൾ സിഗ്മ 1 എത്രയാണെന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മളെന്ത് വേണം, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ മോഡ് സർക്കിൾ വെച്ചിട്ട് സിഗ്മ 1 കണ്ടുപിടിച്ചിട്ട് ആ സിഗ്മ 1നെ ഇവിടുത്തെ സിഗ്മ YT ആയിട്ട് കമ്പയർ ചെയ്യുള്ളൂ. അപ്പോൾ ആ സിഗ്മ 1ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ടോയുടെ വാല്യൂ ആ റേഡിയസിൻ്റെ വാല്യൂന് ഈക്വൽ ആയിരിക്കും. അതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ 1 is equal to tau equal to 300. അത് when a member subjected to pure torsion, ആ കേസിലാണ്. ഓക്കെ, അപ്പോൾ ടോ മാക്സിൻ്റെ വാല്യൂ എത്രയാ? സെയിം തന്നെ. സിഗ്മ 1 is equal to 300, സിഗ്മ 2 is equal to minus 300, tau max is equal to tau equal to 300. ഓക്കെ, ബട്ട് റാങ്കൈൻ ഉണ്ടല്ലോ, Rankine did not talk about shear stress theory. He says that അയാളെന്താ പറഞ്ഞതെന്ന് വിചാരിച്ചാൽ മാക്സിമം നോർമൽ സ്ട്രെസ് ഉണ്ടല്ലോ, മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 എന്ന് പറയുന്നത് അത് ഈൽഡ് സ്ട്രെസ്സിനേക്കാളും കുറവായാൽ സേഫ് എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ അത് ശരിയല്ല. Okay, so there may be but theoretically there may be a plane where maximum shear stress is equal to 300. But experiment എന്ന് പറഞ്ഞ maximum shear stress for this material എന്തായിരിക്കണം, 200ൽ കുറവായിട്ട് വേണം വരാൻ. പക്ഷെ നമുക്ക് കിട്ടിയ ടോ മാക്സ് എന്ന് പറയുന്നത് 300 ആണ്. തിയററ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, സിഗ്മ 1 is equal to 300. ഓക്കെ, ഈ ടൗവിനൊരു വാല്യൂ ഉണ്ടാവില്ലേ, ആ ടൗവിലെ റേഡിയസ്, ആ റേഡിയസ് വെച്ചിട്ട് നമുക്ക് കിട്ടൊരു വാല്യൂ കിട്ടും സിഗ്മ 1. സപ്പോസ് അത് 300 ആണെന്ന് വിചാരിക്കുക. ആ 300 എന്ന് പറയുന്നത് സിഗ്മ YTയേക്കാളും കുറവാണ്. ഓക്കെ, അത് സേഫ് എന്ന് നമ്മൾ പറയുമെങ്കിലും എക്സ്പെരിമെൻറ്റിനല്ലേ ഇമ്പോർട്ടൻറ്റ്. എക്സ്പെരിമെൻറ്റ് പ്രകാരം എന്താ പറയുന്നത്, ടൗ മാക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.57 ഇൻറ്റു സിഗ്മ YT ആണ്. അപ്പോൾ 0.57 ഇൻറ്റു സിഗ്മ YT എന്ന് പറയുമ്പോൾ 200 വരുന്നത്. ഇതിനേക്കാൾ കുറവായിരിക്കണം, കുറവ്. സിഗ്മ YT 350 ആണ്, സിഗ്മ 1 300 ആണ്. സിഗ്മ 1 300 ആകുമ്പോൾ തിയറിറ്റിക്കലി ടൗ മാക്സ് is equal to 300 ആണ്. ബട്ട് എക്സ്പെരിമെൻറ്റ് എന്താ പറയുന്നത്, ടൗ മാക്സ് 0.57 ഇൻറ്റു 350, 200 പാടുള്ളൂ, 300 ആയാലും ശരിയാവില്ല എന്നാ പറയുന്നത്. ഓക്കെ, സോ എക്സ്പെരിമെൻ്റൽ ടൗ മാക്സ് ഹാസ് ടു ബി ലെസ് ദാൻ തിയറിറ്റിക്കൽ ടൗ മാക്സ്. അങ്ങനെ ആയാൽ എന്താ സംഭവിക്കുക, സേഫ് ആവും. പക്ഷേ ഇൻ ദിസ് കേസ് നമുക്ക് കിട്ടിയ ടോ മാക്സ് എന്ന് പറയുന്നത് 300 ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് സേഫ് അണ്ടർ ഷിയർ, ഇറ്റ് വിൽ ഫെയിൽ. സോ നമുക്കറിയാം ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആർ വീക്ക് ഇൻ ഷിയർ. സോ അതൊരു ആ ഡക്റ്റൈൽ മെറ്റീരിയലിന് അതൊരു ത്രെറ്റാണ്, ഭീഷണിയാണ്. ഓക്കെ, ഡക്റ്റൈൽ മെറ്റീരിയൽ മേ ഫെയിൽ അണ്ടർ ഷിയർ. കാരണം ടൗ മാക്സിൻ്റെ വാല്യൂ 300 ആണ്, 200 നമുക്ക് പാടുള്ളൂ, പക്ഷേ 300 വരുന്നുണ്ട്. സോ ഡക്റ്റൈൽ മെറ്റീരിയൽ ഈസ് വീക്ക് ഇൻ ഷിയർ. So there is a threat to the ductile material which may fail under shear. That's why this theory is not used for ductile material. Okay. Brittle material is weak in tension. Tension means normal stress. Brittle material is weak in tension. So
ഈ തിയറി ഉണ്ടല്ലോ, റാങ്കൈൻ തിയറി, ഇറ്റ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് normal only, not shear. Normal wise it is safe on. That's why this theory is used for brittle material. Rankine theory is used for brittle material. Rankine theory is only applicable for brittle material.